ഹായ് സോൾ സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അതായത് അവരുടെ ചിന്തകൾ എന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ നോക്കാം. ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിൾ, 6 of Wands, 5 of Pentacle, the Strength, 9 of Cups, Ace of Wands ആണ് വന്നിരിക്കുന്നത്. Wheel of Fortune, Temperance ആണ് വന്നിരിക്കുന്നത്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് പേജ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പേജ് ഓഫ് പെൻറ്റിക്കിൾ വന്നാൽ അവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. മാത്രമല്ല അവർക്ക് നിങ്ങളിലൊരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു വിവാഹം അങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വിജയം വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് ഒരു വിജയം വേണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ അവർ എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷനിലാണ്. അതായത് മണി ലാക്ക്, ഭയങ്കര പൈസ ഇല്ലായ്മ, ബുദ്ധിമുട്ട്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒരു സ്ട്രെങ്ത്ത് വേണം, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത്ത് വേണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. 9 of Cups ആണ് വന്നിരിക്കുന്നത്. 9 of Cups എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്, പക്ഷേ ഒരു കപ്പില്ല. അവർക്ക് ആ ഒരു കപ്പ് നിങ്ങളാണെന്ന് തോന്നുന്നു. ആ ഒരു കപ്പില്ല, പക്ഷേ അവർ സ്റ്റാൻഡായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കപ്പില്ലാത്ത വിഷമം അവർക്കുണ്ട്. Ace of Wands എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു തുടക്കം, പുതിയൊരു ബിഗിനിങ് ആൻഡ് പുതിയൊരു തുടക്കം, അതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. Wheel of Fortune എന്ന് പറഞ്ഞാൽ കാലചക്രം കറങ്ങി വരാൻ, ഒരു സമയം നിങ്ങൾക്കായിട്ട് അനുകൂലമായിട്ട് കറങ്ങി വന്നാൽ അവർ ആഗ്രഹിക്കുന്നത് അതാണ്. അവർക്കായിട്ടൊരു സമയം വന്നിരുന്നെങ്കിൽ, ഒരു നല്ല ഒരു സമയം കിട്ടിയിരുന്നെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കാമായിരുന്നു എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് മിതത്വം, ബാലൻസിൽ കൊണ്ടുവരാൻ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. മാത്രമല്ല അവരുടെ അവസ്ഥ അങ്ങനെയാണ്, ഈ ഒരു സിറ്റുവേഷനാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു ബ്ലോക്കായിട്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇന്നലെ ഈ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അവരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അവർ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ വാച്ച് ചെയ്യുന്നുണ്ട്, നല്ലോണം വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. പക്ഷേ അവർ ഇമോഷൻസൊക്കെ അവർ എന്ത് ചെയ്യാണ്, ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്നും പറയണ്ട എന്നുള്ളൊരവസ്ഥയിൽ അവർ നിൽക്കുകയാണ്. മാത്രമല്ല അവർക്കിപ്പോൾ ഒരു നിങ്ങളെ അടുത്തേക്ക് വരണമെങ്കിൽ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമുണ്ട്. മാത്രമല്ല അവർ വിജയമാണെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ പറയുക, ഒരു സിറ്റുവേഷനിൽ നിങ്ങളെക്കാളും മുന്നേ അവർക്കാണ് വിജയം വേണ്ടത് എന്നുള്ളൊരു ഒരു എന്താ പറയുക, താന്നു കൊടുക്കാൻ പറ്റില്ലല്ലേ, അങ്ങനെയുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. മാത്രമല്ല ഒരു അഹങ്കാരമോ ഒരു ഇതൊക്കെ ഒരു ഈഗോസ്റ്റിക് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. മാത്രമല്ല ഒരു സ്റ്റാൻഡ് എടുക്കണം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അവർ ഒരു സമയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് അവർ ഇപ്പം ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിംഗ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം. ഞാൻ 2 കാർഡ് എടുക്കാണ്. 2 കാർഡ് വീണിട്ടുണ്ട്. ഓക്കെ, അതെ, നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. Ace of Pentacles ആണ് കാണിക്കുന്നത്. Queen of Wands കാണിക്കുന്നുണ്ട്.
റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷെ ചെറിയൊരു തടസ്സമുണ്ട്, അത് മാറിക്കിട്ടും. മാത്രമല്ല ഓപ്പർച്യൂണിറ്റി വരുന്നതായിരിക്കും. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റിക്കിൾ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. മാത്രമല്ല നിങ്ങൾ മറ്റുള്ള ആ ഒരു അനാവശ്യ കാര്യങ്ങളിൽ നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് വെറുതെ ബുദ്ധിമുട്ടരുത് എന്നും പറയുന്നുണ്ട്. അതായത് അമിതമായിട്ടുള്ള ചിന്ത, നെഗറ്റീവ്സ് അങ്ങനെയൊന്നും നിങ്ങൾ ആഗ്രഹിക്കരുത്. ഓക്കെ, ആഗ്രഹിക്കരുത് എന്നല്ല, ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് അതാണ്. അപ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നല്ലേ, പക്ഷേ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്. താങ്ക് യു. God bless you all. Bye.